അപ്പം നല്ല രീതിയിലായിട്ട് നമുക്ക് മുളക് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ഹൈബ്രിഡ് വിത്തുകളോ അങ്ങനെ പുറത്തുനിന്ന് നേഴ്സറികളിൽ നിന്ന് നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലത്തെ വറ്റൽ മുളകുണ്ടല്ലോ, വീടുകളിൽ നമ്മൾ മേടിക്കുന്ന വറ്റൽ മുളക്, ആ വറ്റൽ മുളകിൻ്റെ വിത്ത് അതിൽ നിന്ന് എടുത്തിട്ട് മുളപ്പിച്ചെടുത്തേക്കുന്ന ചെടിയത്. ഇതിൻ്റെ കാണുമ്പോൾ തന്നെ അറിയും, നമുക്ക് സാധാരണ നമുക്ക് നാടനായിട്ട് കിട്ടുന്ന വെറൈറ്റി അല്ല ഇത്. ഇത് കാശ്മീരി മുളകുണ്ടല്ലോ, നമ്മൾ പൊടിക്കാനായിട്ടൊക്കെ മേടിക്കുന്നത്, മില്ലുകളിൽ കൊണ്ട് പൊടിക്കാൻ മേടിക്കുന്ന കാശ്മീരി മുളകിൻ്റെ വിത്തായത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ മുളകിൻ്റെ ആ വെറൈറ്റി കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ നിൽക്കുന്നതെല്ലാം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നന്നായിട്ട് ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വിത്തുകളൊന്നും വാങ്ങത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പാകി ഇത് മുളപ്പിച്ച് മുള പൊട്ടി വന്ന് നിൽക്കുകയാണിത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതുണ്ടാകും കേട്ടോ. ഞാനത് ഇത്രയും പ്രതീക്ഷിച്ചില്ല സംഭവം. ഇപ്പം നമ്മൾ സിറയൊക്കെ വളർത്തുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് നല്ല രീതിയിൽ തന്നെ ഇതിനകത്തുനിന്ന് പൂകളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ കാണുന്നതൊക്കെ നമ്മുടെ സിറമുളകുകളാണ് കേട്ടോ. മറ്റേ മുളക് നമ്മളൊരു കുറച്ച് മൂടുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാനൊരു പരീക്ഷണം പോലെ നമ്മൾ ചെയ്തതാണ്. നമ്മുടെ വീട്ടിലത്തെ അത്യാവശ്യത്തിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു.